السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ പരിശുദ്ധ റമളാൻ മാസമാണ് ഇൻഷാ അല്ലാഹ് നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങളാണ് ഈ ഒരു മാസം കൊണ്ട് അവന് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഒരു ആയുസ് മുഴുവനും വീണ്ടെടുക്കാൻ മാത്രമുള്ള സൽക്കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ, പുണ്യങ്ങൾ, പാപമോചനം, വലിയ എണ്ണവും കണക്കുമില്ലാത്ത പ്രതിഫലം തുടങ്ങി അല്ലാഹു റബ്ബുൽ ആലമീൻ അനേകം പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ നിശ്ചയിച്ച ഒരു പവിത്ര മാസമാണ് വരാനിരിക്കുന്ന പരിശുദ്ധ റമളാൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും അങ്ങേയറ്റം ആഗ്രഹവും പ്രതീക്ഷയും ഉണ്ടായിരിക്കേണ്ടതാണ് ഈ ഒരു മാസത്തിൻ്റെ വരവിനെക്കുറിച്ച്. അഥവാ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നമുക്കേറ്റവും പ്രിയപ്പെട്ട, നമ്മൾ കാണാനും അടുത്തിരിക്കാനും സംസാരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു അതിഥി നമ്മിലേക്ക് കടന്നു വരാനിരിക്കുമ്പോൾ വരും എന്ന അറിയിപ്പ് നമുക്ക് കിട്ടിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അത് വേഗം നമ്മിലേക്ക് അവർ എത്തട്ടെ, എന്നിട്ട് അവരുമായുള്ള സഹവാസം, ആ സംസാരം, കൂടിയിരുത്തം, അതൊക്കെ പ്രതീക്ഷിച്ച് അതിൻ്റെ ആസ്വാദനം ആഗ്രഹിച്ച് ഇരിക്കുകയാണ് പൊതുവെ നമ്മൾ ചെയ്യുക. അതിനേക്കാൾ വലിയ പ്രത്യേകതയാണ് സഹോദരങ്ങളെ റമളാൻ എന്ന അതിഥിക്കുള്ളത്. എന്താണ് അതിഥിയുടെ പ്രത്യേകത? പണ്ഡിതന്മാർ എന്തുകൊണ്ടാണ് പരിശുദ്ധ റമളാൻ ഒരു അതിഥിയെപ്പോലെയാണ് എന്ന് പറഞ്ഞത്? അതിഥി ഒരിക്കലും കുറേ കാലം നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. അതിഥിയുടെ പ്രത്യേകതയാണ് വരും, എന്നിട്ട് തിരിച്ചു പോകും. വരുമ്പോൾ നമുക്ക് അതിയായ ആഗ്രഹമുണ്ടാകും, തിരിച്ചു പോകുമ്പോൾ വല്ലാത്ത പ്രയാസവും ഉണ്ടാകും. എന്നതുപോലെയാണ് സഹോദരങ്ങളെ പരിശുദ്ധ റമളാൻ. അത് വരും, തിരിച്ചു പോകും. ഒരുപാട് റമളാൻ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ ഇനി വരാനിരിക്കുന്ന റമളാൻ കൂടി നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ നേട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ലഭിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലേക്ക് നമ്മെ എത്തിക്കുമാറാവട്ടെ. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, അവരുടെ ചരിത്രങ്ങളിൽ കാണാം, പരിശുദ്ധ റമളാനിൻ്റെ 6 മാസങ്ങൾക്ക് മുന്നേ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമെന്നാണ്. അള്ളാഹുവെ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ. എന്നിട്ട് റമളാൻ വന്ന് കിട്ടിക്കഴിഞ്ഞാൽ, റമളാൻ കഴിഞ്ഞാൽ അടുത്ത 6 മാസക്കാലം അവർ അള്ളാഹുവിനോട് റമളാനിൽ ചെയ്ത കർമ്മങ്ങൾ അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്.
അതാണ് സഹോദരങ്ങളെ നമ്മുടെ നല്ലവരായ മുൻഗാമികളുടെ ചരിത്രം. എന്നാൽ പറയുന്ന ഞാനും നിങ്ങളും നമ്മുടെ അവസ്ഥ എന്താണ്? റമളാൻ എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഒരുപാട് ചുറ്റുപാടുകൾ ഞെരുങ്ങിപ്പോകുമോ എന്ന ഭയത്താലാണ് നമ്മിൽ പലരും നമ്മുടെ തീറ്റയും കുടിയും നമ്മുടെ സംസാരവും വർത്തമാനവും ആഹ്ലാദവും ഉല്ലാസവും അതുപോലെയുള്ളതും ചുരുങ്ങിപ്പോകുമോ, കുറഞ്ഞു പോകുമോ എന്ന ആവലാതിയിലാണ് പലപ്പോഴും നമ്മിൽ പലരും. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിഅമത്താണ് ഒരു റമളാൻ വന്ന് കിട്ടുക എന്നത് ആമുഖമായി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളിൽ വളരെ ശ്രേഷ്ഠത നൽകിയ ഒരു മാസമാണ് പരിശുദ്ധ റമളാൻ. മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഏറ്റവും മഹത്തായ, ഉത്തമമായ മാസമാണ്. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ ഇറക്കാൻ ആ മാസം തിരഞ്ഞെടുത്തത്. അള്ളാഹുവിൻ്റെ കിതാബുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. ആ ഗ്രന്ഥം അള്ളാഹു ഇറക്കിയത് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ആ പരിശുദ്ധ ഖുർആൻ അള്ളാഹു തആല ഇറക്കാൻ തിരഞ്ഞെടുത്തത് മലക്കുകളിലെ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. അത് ഇറക്കാൻ അള്ളാഹു തആല തിരഞ്ഞെടുത്ത മാസം ഏറ്റവും ശ്രേഷ്ഠമായ പരിശുദ്ധ റമളാനാണ്. ആ റമളാനിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയാണ് അള്ളാഹു അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹു തആല ശ്രേഷ്ഠതകളുടെ ഒരു കൂമ്പാരം തന്നെ ഒരുമിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് നമുക്ക് കാണാം. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞു, റമളാൻ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും ചില മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. എന്തൊക്കെയാണ് റമളാനിൻ്റെ മുന്നേ നാം ചെയ്യേണ്ട മുന്നൊരുക്കങ്ങൾ? നമുക്കറിയാം, ഏതൊരു കാര്യത്തിനും നമ്മൾ മുന്നൊരുക്കം നടത്താറുണ്ട്, അതിനുവേണ്ടി തയ്യാറെടുക്കും. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു അതിഥി വരുന്നുവെന്ന് കേട്ടാൽ നമ്മൾ 4 ഭാഗത്ത് ഓടും. ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു ഭാഗത്ത്, മറ്റുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും. റമളാൻ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക ആ റമളാനിൽ ഭക്ഷണത്തിൻ്റെ കാര്യവും റമളാനിലെ മറ്റു കാര്യങ്ങളും, പകൽ എങ്ങനെ ചെലവഴിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൂട്ടലുകളിലായിരിക്കും പൊതുവെ. ജനങ്ങൾ പല തട്ടുകളിലാണ് ഈ വിഷയത്തിൽ. എന്നാൽ ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ പരിശുദ്ധ റമളാനിൻ്റെ വരവിനെ സ്വീകരിക്കേണ്ടത് ചില കാര്യങ്ങൾ കൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സഹോദരങ്ങളെ, റമളാൻ വന്നെത്തുന്നതിന് മുന്നേ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പരിശുദ്ധ റമളാൻ വന്നെത്തുന്നതിന് മുന്നേ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്തൊക്കെയാണ് ദുആ ചെയ്യേണ്ടത്? 3 കാര്യങ്ങളാണ് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഒന്നാമത്തേത്, ഒരടിമ അള്ളാഹുവിനോട് റമളാനിലേക്ക് എത്തിക്കണേ എന്ന് ദുആ ചെയ്യുക. രണ്ടാമത്തേത്, ആ റമളാൻ എത്തിക്കഴിഞ്ഞാൽ പരിശുദ്ധ റമളാൻ മാസത്തിൽ സൽക്കർമ്മങ്ങൾക്ക് തൗഫീഖ് നൽകണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുക. കാരണം സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ വരും, എന്നിട്ട് കടന്നു പോകും. ആ റമളാൻ വന്നതോ പോയതോ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. മുസ്ലിമീങ്ങൾ, മുസ്ലിം നാമധാരികൾ ധാരാളം കാണാം. മറ്റുള്ളവരുടെ വിഷയം അത് വേറെ. അതുകൊണ്ട് അള്ളാഹുവിനോട് തൗഫീഖിന് ചോദിക്കണം. അള്ളാഹു തൗഫീഖ് നൽകിയാലല്ലാതെ ആ റമളാൻ ഇബാദത്തുകൾ കൊണ്ട് സമൃദ്ധമാക്കാൻ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയില്ല. മൂന്നാമത്തേത്, ഒരടിമ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് ഈ പരിശുദ്ധ റമളാൻ അവസാനിക്കുമ്പോൾ നരകമോചനം ലഭിച്ച അവസ്ഥയിൽ, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ട അവസ്ഥയിൽ അള്ളാഹുവെ എന്നെ ആക്കി തീർക്കണേ. ഇങ്ങനെ 3 സുപ്രധാനമായ പ്രാർത്ഥന
റമളാനിന് മുന്നേ സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റമളാനിന് മുന്നേ അത് റബ്ബിനോട് നാം ചോദിച്ചു വാങ്ങേണ്ടതുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, റമളാൻ വന്നെത്തുന്നതിന് മുന്നേ തന്നെ നാം സ്വീകരിക്കേണ്ട മുന്നൊരുക്കം എന്നത് നല്ല നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്താണ് നീയത്ത്? എല്ലാ രാത്രിയിലും നോമ്പിന് നമ്മൾ നീയത്ത് മനസ്സിൽ കരുതാറുണ്ട്. റമളാൻ എത്തുന്നതിന് മുന്നേ നീയത്ത് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ, ഒന്ന് മൊത്തത്തിൽ നമ്മൾ മനസ്സിൽ കരുതുക, ഈ റമളാൻ ഞാൻ നേടിയെടുക്കും, ഈ പരിശുദ്ധ റമളാനിൻ്റെ എല്ലാ പോരിശയും എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊയ്തെടുക്കും, അതിലെ നേട്ടങ്ങൾ മുഴുവനും നേടിയെടുക്കും എന്ന് മൊത്തത്തിൽ നമ്മൾ നിയ്യത്താക്കുക. റമളാനിൽ അശ്രദ്ധയിലായി പോവുകയില്ല. റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കും എന്ന അർത്ഥത്തിൽ മൊത്തത്തിൽ നമ്മൾ നിയ്യത്താക്കുക. രണ്ടാമത്തെ നിയ്യത്ത് എന്നത് ഓരോ ഇബാദത്തുകളും നമ്മൾ മനസ്സിൽ കരുതുക. ഇപ്പം നോമ്പിന് നമ്മൾ നിയ്യത്ത് കരുതും എന്നതുപോലെ രാത്രി നിസ്കാരമാവട്ടെ, ദിക്റുകളാവട്ടെ, ഖുർആൻ പാരായണമാവട്ടെ, സ്വതഖയാവട്ടെ, ഇങ്ങനെ സൽക്കർമ്മങ്ങൾക്ക് പ്രത്യേകം നമ്മൾ മനസ്സിൽ കരുതുക, ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും, ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. പ്രത്യേകിച്ച് അതിൽ സഹോദരങ്ങളെ പരിശുദ്ധ റമളാൻ ഖുർആനിൻ്റെ മാസമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് രണ്ടാമത്തെ കാര്യം, നമ്മൾ നിയ്യത്ത് കരുതുക. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞ മഹത്തായ ഉപദേശം കാണാം. യാ അബ്ദല്ലാ, അബ്ദുള്ള എന്ന മകനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇൻ വിൽ ഖൈർ, മോനെ നീ നന്മ മനസ്സിൽ കരുതുക, നീ നന്മ നിയത്താക്കുക. നിന്റെ ആ കരുതൽ തന്നെ, നീ നന്മ ചെയ്യണമെന്ന നിന്റെ ഉദ്ദേശം തന്നെ നിനക്കൊരു സൽക്കർമ്മമായി രേഖപ്പെടുത്തപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ നിയത്തുണ്ടാവുക. മൂന്നാമത്തെ കാര്യം, റമളാൻ വന്ന് കടന്നു പോകുമ്പോൾ സഹോദരങ്ങളെ ഈ റമളാനിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമായാലും ആ റമളാൻ പാഴാക്കിക്കളഞ്ഞാലും രണ്ടിൻ്റെയും ഉപകാരവും ഉപദ്രവവും നമുക്ക് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റമളാൻ വന്നു, ആ റമളാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്നത് നമ്മുടെ ബാധ്യതയാണ്, അത് നമുക്ക് വേണ്ടിയിട്ടാണ്. മൻ അമില സാലിഹൻ ഫലിനഫ്സിഹി, അള്ളാഹു പറഞ്ഞതുപോലെ ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അത് അവന് വേണ്ടി തന്നെയാണ്. നമ്മൾ റമളാനിൽ നല്ല മുത്തഖിയായതുകൊണ്ട് അള്ളാഹുവിൻ്റെ അധികാരത്തിൽ നിന്ന് ഒന്നും കൂടാനില്ല. നമ്മളെല്ലാവരും അള്ളാഹുവിനെ ധിക്കരിച്ചതുകൊണ്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അധികാരത്തിൽ നിന്നും കുറയാനില്ല. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാവുക. നമുക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കുക. മൻ അമില സാലിഹൻ ഫലിനഫ്സിഹി. അതോടൊപ്പം അള്ളാഹു പറയുന്നു, വമൻ അസാഅ, ഇനി ആരെങ്കിലും മോശം പ്രവർത്തിച്ചു, അള്ളാഹുവിനെ ധിക്കരിച്ചു, വേണ്ട രൂപത്തിൽ മുതലെടുക്കാൻ തയ്യാറായില്ല, ഫഅലൈഹ, അതിൻ്റെ തിക്തഫലം അവന് തന്നെയാണ്. വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, അള്ളാഹു പറയുകയാണ്, നിന്റെ റബ്ബ് അവൻ്റെ അടിമകളോട് അതിക്രമം ചെയ്യുകയില്ല. ഓരോരുത്തർക്കും അവർ ചെയ്തതിന് മാത്രമേ അള്ളാഹു പ്രതിഫലം നൽകുകയുള്ളൂ. അത് ഒരു അണുമണിയോളമാണെങ്കിലും അള്ളാഹു തആല പരലോകത്ത് കൊണ്ടുവരും. ഖൈറാണെങ്കിൽ ഖൈർ, ഷർറാണെങ്കിൽ ഷർ. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്, ആരെങ്കിലും അണുമണിയോളം നന്മ ചെയ്താൽ അതവൻ പരലോകത്ത് കാണും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഷർറൻ യറഹു, ആരെങ്കിലും ഒരു അണുമണിയോളം തിന്മയാണ് ചെയ്യുന്നത് എങ്കിൽ അതും അവൻ പരലോകത്ത് കാണുക തന്നെ ചെയ്യും. അണുമണി എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണാൻ സാധിക്കാത്തത്രയും ചെറുതിനെ സൂചിപ്പിക്കുന്നതാണത്. എത്ര ചെറുതായാലും അള്ളാഹു നമ്മുടെ അമലുകൾ പാഴാക്കിക്കളയുകയില്ല, അതവിടെ കൊണ്ടുവരും. അതുകൊണ്ട്
മൂന്നാമതായി നമ്മൾ ഇത് മനസ്സിലാക്കുക, ഈ റമദാൻ നേടിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ പരലോക വിജയത്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത് നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. അതിൽ അലംഭാവം കാണിച്ചാൽ, അതിൽ അലസത കാണിച്ചാൽ അതിൻ്റെ തിക്തഫലം എനിക്കും നിങ്ങൾക്കും തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, റമദാനിന് മുന്നേ നമ്മൾ സ്വീകരിക്കേണ്ട മുന്നൊരുക്കത്തിൽപ്പെട്ടതാണ് ഈ പരിശുദ്ധ റമദാനിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. പരിശുദ്ധ റമദാനിൻ്റെ വിധിവിലക്കുകൾ നമ്മൾ പഠിക്കുക. റമദാൻ വരുന്നതിന് മുന്നേ റമദാനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, വിധിവിലക്കുകൾ, അതിലെ മസ്അലകൾ നമ്മൾ പഠിക്കുക. അത് റമദാനിന് മുന്നേ നാം സ്വീകരിക്കേണ്ട മുന്നൊരുക്കത്തിൽപ്പെട്ടതാണ്. ഇൽമ് എന്നത്, വിജ്ഞാനമെന്നത് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമാണ്. വിജ്ഞാനമില്ലാതെ പ്രവർത്തിക്കാൻ പാടില്ല. പഠിക്കണം, പഠിച്ചിട്ട് അത് അമലാക്കണം. അതാണ് അള്ളാഹു സൂറത്തുൽ അസ്റിൽ പറഞ്ഞത്, വൽ അസ്ർ, കാലം തന്നെ സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ ഒഴികെ, വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരൊഴികെ, വതവാസൗ ബിൽ ഹഖ്, ഹക്ക് കൊണ്ട് അഥവാ ഈ പഠിച്ച പ്രവർത്തിച്ച ദീൻ, അതിലെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപദേശിച്ചവരൊഴികെ, വതവാസൗ ബിസ്സബ്ർ, മേൽപ്പറഞ്ഞ വിഷയങ്ങളിലെല്ലാം ക്ഷമ കൈക്കൊണ്ടവരും ഒഴികെ. ഈ 4 വിഭാഗക്കാരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ്. അതിൽ ഇല്ലല്ലദീന ആമനു, വിശ്വാസം എന്നതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. വിശ്വാസം ഒരാൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ അയാൾ പഠിക്കണം. ഒന്നാമത്തെ കാര്യം ഇൽമ്, പഠനമാണ്. എന്നിട്ട് പ്രവർത്തിക്കണം, എന്നിട്ട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. അതിൻ്റെ പേരിലെല്ലാം ക്ഷമിക്കണം. പഠിക്കാൻ ക്ഷമ വേണം, പ്രവർത്തിക്കാൻ ക്ഷമ വേണം, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും ക്ഷമ വേണം. ഇവരല്ലാത്ത ആളുകളെല്ലാം നഷ്ടത്തിലാണ് എന്നാണ് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതു വിഷയവും നമ്മൾ മുന്നേ പഠിച്ചെടുക്കണം എന്നത് ഈ ദീനിൻ്റെ അടിസ്ഥാനമാണ്. അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ, വാക്കുകളുടെയും പ്രവൃത്തികളുടെയും മുന്നേ ഇൽമ് നേടണം എന്നതാണ്. റമളാനിന് മുന്നേ നാം സ്വീകരിക്കേണ്ടതാണ് റമളാനിൻ്റെ വിധിവിലക്കുകൾ പഠിച്ചെടുക്കുക എന്നുള്ളത്. ഈ 4 കാര്യങ്ങൾ സഹോദരങ്ങളെ പരിശുദ്ധ റമളാൻ വന്നെത്തുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്, നാം സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങളാണ്. അള്ളാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാനിലേക്ക് നമുക്ക് ആയുസ് നീട്ടിത്തന്നു എന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അത് അനുഭവിച്ച് അറിഞ്ഞവർക്ക് മാത്രമേ അതിൻ്റെ മാധുര്യം മനസ്സിലാവുകയുള്ളൂ. അക്കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, 4ാമത് പറഞ്ഞ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ മജ്ലിസ്. അഥവാ പരിശുദ്ധ റമളാനിനെ കുറിച്ച് റമളാൻ വന്നെത്തുന്നതിന് മുന്നേ പഠിക്കുക. റമളാനിനെ കുറിച്ച് അതിൻ്റെ വിധിവിലക്കുകൾ, ശ്രേഷ്ഠതകൾ, പ്രത്യേകതകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അത് പഠിച്ചെടുക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് ഉൾക്കാഴ്ചയുള്ളവരായി ഇബാദത്ത് ചെയ്യുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഉംദത്തുൽ അഹ്കാം എന്ന കിതാബിലെ കിതാബു സിയാം എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉംദത്തുൽ അഹ്കാം എന്ന് പറഞ്ഞാൽ അൽ ഹാഫിദ് അൽ ഇമാം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ ഹിജ്റ 544 നാബൽസ് എന്ന സ്ഥലത്ത്, അഥവാ ഇന്നത്തെ ഫലസ്തീനിൻ്റെ ഭാഗമായ നാബൽസിലെ ജമാഇൽ എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. അൽ ഹാഫിദ് അൽ ഇമാം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ. അദ്ദേഹം
പരിശുദ്ധ ഇസ്ലാം ദീനിലെ അഹ്കാമുകൾ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥമാണ് ഉംദത്തുൽ അഹ്കാം. ഉംദത്തുൽ അഹ്കാം മുസ്ലിം ഉമ്മത്തിൽ വലിയ സ്വീകാര്യത നേടിയിട്ടുള്ള ഒരു കിതാബാണിത്. ഒരുപാട് പണ്ഡിതന്മാർ അന്നും ഇന്നും ഈ കിതാബ് ശറഹ് ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കിതാബിലെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാഹ്, അഥവാ കിതാബു സിയാം, നോമ്പിൻ്റെ വിധിവിലക്കുകൾ. നോമ്പുമായി ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ, അഥവാ ആ ഹദീസുകളിൽ ഒരുപാട് മസ്അലകളുണ്ട്. അത് പഠിച്ചെടുക്കുക എന്നത് പരിശുദ്ധ റമളാനിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഏതൊരു ഗ്രന്ഥവും നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഗ്രന്ഥകാരനെക്കുറിച്ച് ഒരൽപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കിതാബിൻ്റെ ഗ്രന്ഥകർത്താവ് അൽ ഇമാം അൽ ഹാഫിൽ തഖിയുദ്ദീൻ അബു മുഹമ്മദ് അബ്ദുൽ ഗനി ഇബ്നു അബ്ദുൽ വാഹിദ് ഇബ്നു അലി ഇബ്നു സുറൂർ ഇബ്നു റാഫിഅ ഇബ്നു ഹുസൈൻ ഇബ്നു ജഅഫർ അൽ മഖ്ദിസി അൽ ജമ്മാഈലി അദ്ദിമിഷ്കി അസ്സാലിഹി റഹിമഹുല്ലാ, അഥവാ അദ്ദേഹത്തെ ചുരുക്കി അബ്ദുൽ ഗനി അൽ മഖ്ദിസി എന്ന് പറയപ്പെടാറുണ്ട്. അദ്ദേഹം ജനിച്ചത് ഹിജ്റ 544, 541 എന്നും കാണുന്നുണ്ട്. വല്ലാഹു അലം. നാബൽസ് എന്ന പ്രദേശം അഥവാ ബൈത്തുൽ മഖ്ദിസിൻ്റെ അടുത്താണ്, ഫലസ്തീനിൻ്റെ ഭാഗത്താണ്, ഫലസ്തീനിലാണ് ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അൽ മഖ്ദിസി എന്ന് പറയുന്നത്. ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്നില്ലേ, അൽ മഖ്ദിസി. അദ്ദേഹം വലിയ പണ്ഡിതനാണ്. ഇൽമു കൊണ്ടും ഇബാദത്ത് കൊണ്ടും അറിയപ്പെട്ട മഹാനാണ് അദ്ദേഹം. ഒരുപാട് വലിയ ഉലമാക്കളിൽ നിന്നും ഇൽമ് സ്വീകരിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മക്കൾ എല്ലാവരും വലിയ പണ്ഡിതന്മാരാണ്, ഉലമാക്കളാണ്. അൽ ഹാഫിൽ ഇസ്സുദ്ദീൻ മുഹമ്മദ്, അൽ ഹാഫിൽ അബു മൂസ അബ്ദുല്ലാ, അൽ ഫഖീഹ് അബു സുലൈമാൻ, അൽ ഹാഫിൽ അദ്ദിയാഉൽ മഖ്ദിസി. ഇവരൊക്കെ വലിയ പ്രശസ്തരായ പ്രഗത്ഭരായ ഉലമാക്കളാണ്, മുഹദ്ദിസുകളാണ് എന്ന് ചരിത്രത്തിൽ കാണാം. അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ, അദ്ദേഹം സഹോദരങ്ങളെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നത് അത്ഭുതകരമായിരുന്നു എന്നാണ്. ഇബാദത്തുകളിൽ, ഇൽമിൽ അദ്ദേഹം നല്ല ഉന്മേഷമുണ്ടായിരുന്ന, നല്ല താല്പര്യത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ സമയം ഇൽമിന് വേണ്ടിയും അത് നേടിയെടുക്കാൻ വേണ്ടിയും ഇബാദത്തുകൾക്ക് വേണ്ടിയും മാറ്റിവെച്ചിരുന്ന വ്യക്തിത്വമാണ് എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹത്തെക്കുറിച്ച് മക്കൾ തന്നെ പറഞ്ഞതായി കാണാം. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യം അത്ഭുതകരമാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയം കൊണ്ട്, ഖുശൂഅ് കൊണ്ട്, ഖശിയത്ത് കൊണ്ട് അദ്ദേഹം കരയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേവലം വർത്തമാനം മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഇബാദത്തുകൾ വ്യക്തമായിരുന്നു. ഓരോ ചെറിയ ചെറിയ ഇബാദത്തുകൾ വരെ അദ്ദേഹം ജീവിതത്തിൽ കൊണ്ടുവരാറുണ്ടായിരുന്നു എന്നെല്ലാം കാണാം. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്നത് മുസ്ലിമീങ്ങളോടുള്ള നസീഹത്തിൻ്റെ ഭാഗമായി അവർക്ക് ഇൽമ് കൈമാറാനും അതുപോലെ പരിശുദ്ധ ദീനിനെ അദ്ദേഹം
സഹായിക്കാനും ഖുർആനിനെയും സുന്നത്തിനെയും അദ്ദേഹം എല്ലാ അർത്ഥത്തിലും പ്രതിരോധിക്കാനും അതുപോലെ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ഒരു ആക്ഷേപകൻ്റെ ആക്ഷേപം ഭയപ്പെടാതെ അദ്ദേഹം അങ്ങനെ മുന്നേറിയിരുന്നു എന്ന് നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ അത്ഭുതകരമാണ്. അദ്ദേഹം ഒരു റബീഉൽ അവ്വലിൽ ഹിജ്റ 600 വഫാത്തായത് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാലഘട്ടം മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. ചുരുങ്ങിയ കാലഘട്ടം, ഒരു 60 വയസ്സിൻ്റെ ഉള്ളിൽ മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഈ കിതാബ് ഉംദത്തുൽ അഹ്കാം അത് രചിക്കാനുള്ള കാരണമായി അദ്ദേഹം പറഞ്ഞതായി കാണാം. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളിൽ ഒരാൾ, അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു സഹോദരൻ ചോദിച്ചതാണ് ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഇതുപോലെ ഒരു ഗ്രന്ഥം രചിക്കാമോ? ആ ചോദ്യത്തിൻ്റെ പിന്നിലാണ് അദ്ദേഹം ഈ മഹത്തായ ഗ്രന്ഥം രചിക്കുന്നത് എന്ന് കാണാം. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, സഹോദരങ്ങളെ, ഒരാൾ വന്ന് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ അല്ലാഹു തആല വലിയ സ്വീകാര്യത നൽകിയ ഒരു കിതാബ് രചിക്കാൻ കാരണമായത്. അപ്പോൾ ചിലപ്പോൾ ആളുകൾ നമ്മോട് വന്ന് ചോദിക്കുന്നത് ഒരു ചെറിയ ചോദ്യമായിരിക്കാം, പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മകൾ കൊയ്തെടുക്കാനുള്ള കാരണമായേക്കാം എന്നത് ഇതുപോലെയുള്ള സംഭവങ്ങൾ സാക്ഷിയാണ്. നമുക്ക് ഒരു ചോദ്യമാണ്. അദ്ദേഹം ഒരു കിതാബ് രചിച്ചു, ആ കിതാബാകട്ടെ ലോകപ്രസിദ്ധമാവുകയും ചെയ്തു. അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു ഗുണപാഠങ്ങളിൽ ഒന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ വഫാത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്കടുത്ത വിഷയത്തിലേക്ക് കടക്കാം. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും ഈ ദീനിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ചുകൊണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നയിച്ചത്. അദ്ദേഹത്തിൻ്റെ വഫാത്തോടടുത്ത സമയത്ത് ഒരു റബീഉൽ അവ്വലിൽ അദ്ദേഹത്തിന് രോഗം ബാധിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് സംസാരിക്കാനോ നടക്കാനോ ഒന്നും സാധിക്കാതെ 16 ദിവസത്തോളം അദ്ദേഹം കിടന്നു എന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാൾ അബു മൂസ അദ്ദേഹം വാപ്പയോട് ചോദിക്കുകയുണ്ടായി, മാ തശ്തഹി, വാപ്പ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമുള്ളത്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ മറുപടി അസ്തഹി അൽ ജന്ന, അസ്തഹി റഹ്മത്തല്ലാഹ് ലാ യസീദു അലാ ദാലിക്, എനിക്ക് സ്വർഗമാണ് വേണ്ടത്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് വേണ്ടത്, അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും ആവശ്യമില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം മകൻ ചോദിച്ചു എന്നാണ്, വാപ്പ മരുന്ന് കഴിക്കണ്ടേ? അപ്പം അദ്ദേഹം പറഞ്ഞു, യാ ബുനൈ മാ ബഖിയ ഇല്ലൽ മൗത്ത്, മോനെ ഇനി മരണമല്ലാതെ മറ്റൊന്നുമില്ല, എന്തിനാണ് മരുന്ന് എന്ന അർത്ഥത്തിൽ അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു എന്നാണ്. സഹോദരങ്ങളെ, നോക്കൂ, നമ്മൾ മരിക്കാൻ കിടക്കുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് പലതും പറയാനുണ്ടാകും, പലതും ചോദിക്കാനുണ്ടാകും. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏത് മരുന്ന് കുടിച്ചിട്ടായാലും വേണ്ടില്ല എന്നായിരിക്കും പൊതുവെ നമ്മൾ ചിന്തിക്കുക. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതം നന്നാക്കിയ ആളുകൾക്ക്, റബ്ബിനു വേണ്ടി സമയം ഒഴിഞ്ഞുവെച്ച മാറ്റിവെച്ച ആളുകൾക്ക് അവരുടെ മരണസമയത്ത് നൽകുന്ന കറാമത്ത് നോക്കൂ നിങ്ങൾ. മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഇനി മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയാനുള്ളൊരു സമയം അല്ലാഹു തആല അവർക്ക് നൽകുകയാണ്. നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവർ വിട പറഞ്ഞു പോവുകയാണ്. വീണ്ടും അദ്ദേഹം പറഞ്ഞതായി മകൻ പറയുകയാണ്, എന്താണ് വാപ്പ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, അള്ളാഹുവിൻ്റെ വജ്ഹിലേക്ക് നോക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് അള്ളാഹുവിൻ്റെ മുഖം വജ്ഹ് നോക്കിക്കാണണം എന്നിങ്ങനെയുള്ള വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. മകൻ ചോദിച്ചു, വാപ്പ എന്താണ് നിങ്ങൾക്ക് വസിയത്ത് നൽകാനുള്ളത്? അപ്പോൾ അദ്ദേഹം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ല
മകന് കൊടുത്ത വസിയത്ത് ഊസീക ബിതഖ്വല്ലാഹ്, മോനെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ വൽ മുഹാഫളത അലാ തആതിഹി, നീ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവന് ഇബാദത്തുകൾ ചെയ്യുക. മക്കൾക്ക് കൊടുക്കുന്ന വസിയത്താണിത്. നമ്മൾക്കാണെങ്കിലോ അത് നന്നാക്കണം, ഇത് നന്നാക്കണം, അത് വാങ്ങണം, ഇത് കൊടുക്കണം. സഹോദരങ്ങളെ, നമുക്ക് വളരെ അത്ഭുതകരമാണ്. എന്നിട്ട് അവർ പറയുകയാണ്, ചരിത്രത്തിൽ അങ്ങനെ അദ്ദേഹത്തെ കാണാൻ ആളുകൾ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു എന്നാണ്, നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കല്ലേ, അള്ളാഹുവിന് ദിക്ർ ചെല്ലുക. എന്നിട്ട് അദ്ദേഹവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ അദ്ദേഹം അതിലായി മരണപ്പെട്ടു എന്ന് കാണാം. സഹോദരങ്ങളെ, ഈ ചരിത്രം എന്നത് സ്വഹാബികളും താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഒക്കെ കഴിഞ്ഞ് കുറേ കാലം ഇങ്ങോട്ട് വന്നതിന് ശേഷം ജീവിച്ച ഒരു മഹാനായ പണ്ഡിതൻ്റെ ചരിത്രമാണിത്. ഇങ്ങനെ ഉലമാക്കളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനേകം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് സഹോദരങ്ങളെ മറ്റൊന്നുകൊണ്ടുമല്ല, ജീവിതം നന്നാക്കിയതിൻ്റെ കാരണത്താൽ അള്ളാഹു നൽകുന്ന ആദരവിൽപ്പെട്ടതാണ്, കറാമത്തിൽപ്പെട്ടതാണ്. ഒരാൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെയായിരിക്കും അയാൾ മരിക്കുക. എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് നാളെ റബ്ബിൻ്റെ മുന്നിൽ ഉയർത്തെഴുന്നേറ്റ് വരിക എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഇനി കിതാബിലേക്ക് നമുക്ക് കടക്കാം. കിതാബു സിയാം. കിതാബു സിയാം എന്ന് പറഞ്ഞാൽ, കിതാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്രോഡീകരിക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. അസിയാം എന്ന് പറഞ്ഞാൽ സൗമുൻ എന്ന വാക്കിൻ്റെ ബഹുവചനമാണ്. സൗമുൻ എന്ന് പറഞ്ഞാൽ നോമ്പ്, അസിയാം എന്ന് പറഞ്ഞാൽ നോമ്പുകൾ എന്നാണ് പൊതുവെ അർത്ഥം. കിതാബു സിയാം എന്ന് പറഞ്ഞാൽ നോമ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തെളിവുകൾ ക്രോഡീകരിക്കപ്പെട്ട അധ്യായം, അതല്ലെങ്കിൽ വിശദീകരിക്കുന്ന അധ്യായം. എന്താണ് സൗം, സിയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം? അസൗം എന്ന് പറഞ്ഞാൽ അൽ ഇംസാക്ക് എന്നാണ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം. അൽ ഇംസാക്ക് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക, പിടിച്ചു വെക്കുക എന്നാണ് അർത്ഥം. അത് പരിശുദ്ധ ഖുർആനിൽ കാണാം. ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, സൂറത്തു മറിയമിൽ. റഹ്മാനായ റബ്ബിനു വേണ്ടി ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു. എന്താണ് സൗമൻ? സൗം എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക. എന്താണ്? ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഇന്ന ദിവസം ഞാൻ ഒരാളോടും സംസാരിക്കുകയില്ല. ഇപ്പോൾ വാക്കുകൾ പിടിച്ചു വെക്കുക എന്നതിന് അല്ലാഹു തആല സൗം എന്നാണ് പ്രയോഗിച്ചത്. പൊതുവെ അൽ ഇംസാക്ക് പിടിച്ചു വെക്കുക എന്നാണ് സൗമിൻ്റെ ഭാഷാർത്ഥം. എന്നാൽ ശറഇൽ എന്താണ് സൗമ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? സിയാം എന്ന് പറഞ്ഞാൽ, സൗം എന്ന് പറഞ്ഞാൽ, നോമ്പെന്ന് പറഞ്ഞാൽ അൽ ഇംസാക്കു അൻ സാഇരിൽ മുഫത്തിറാത്ത്, നോമ്പിനെ പൊളിച്ചു കളയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ, അതിൽ നിന്നൊക്കെ സ്വന്തം ശരീരത്തെ, മനസ്സിനെ പിടിച്ചു വെക്കുക. അതിൽപ്പെട്ടതാണ് അൽ അക്ലു വശുർബ്, തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെയും ശരീരത്തെയും പിടിച്ചു വെക്കുക എന്നതാണ് നോമ്പിൻ്റെ, സൗമിൻ്റെ ശറഈയായ അർത്ഥം. അതും നിയ്യത്ത് വേണം. തുലൂഉൽ ഫജ്ർ മുതൽ ഗുറൂബു ശംസ് വരെയാണ്, അഥവാ ഫജ്ർ ഉദിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഫജ്ർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ പ്രത്യേക നിയ്യത്തോടുകൂടി നോമ്പ് മുറിച്ചു കളയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം മനസ്സിനെയും ശരീരത്തെയും പിടിച്ചു വെക്കുക എന്നതാണ് നോമ്പിൻ്റെ ഭാഷയിലെ, നോമ്പിൻ്റെ ശറഇലെ അർത്ഥം. ഇതാണ് സഹോദരങ്ങളെ സൗം, സിയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. സിയാം, നോമ്പ് എന്നത് ഫർളുമുണ്ട് മുസ്തഹബുമുണ്ട്. ഫർളായ നോമ്പ് നമുക്കറിയാം, സിയാമു ഷഹ്ർ റമളാൻ, റമളാനിലെ
നോമ്പാണ് അല്ലാഹു തആല നിർബന്ധമാക്കിയ നോമ്പ്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ മുഅ്മിനുകളെ, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ തഖ്വ പാലിച്ചു ജീവിക്കുന്നവരായി തീരുവാൻ വേണ്ടിയാണ് അത്. സൂറത്തുൽ ബഖറയിലെ 183 ആയത്ത്. അതുപോലെ തന്നെ നിർബന്ധമായ നോമ്പിൽപ്പെട്ടതാണ് ഒരാൾ നേർച്ച നേർന്ന നോമ്പ്. ഒരാൾ നോമ്പ് നേർച്ച നേർന്നു എന്ന് വിചാരിക്കുക. ഒരാൾ നോമ്പ് നേർച്ചയാക്കിയത് മുതൽ നിർബന്ധമല്ലാത്ത ഒരു നോമ്പിനെ അയാൾ അയാളുടെ മേൽ നിർബന്ധമാക്കുകയാണ്. ഒരാൾ നേർച്ച നേർന്നാൽ പിന്നെന്ത് വേണം? ആ നേർച്ച വീടണം. നേർച്ച അള്ളാഹുവിന് വേണ്ടി ഉള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജാറങ്ങളിലേക്കോ അവിടെ കിടക്കുന്ന ആളുകൾക്കോ അതല്ലെങ്കിൽ അത്തരം ആളുകൾക്കോ വേണ്ടി അല്ല നേർച്ച, മറിച്ച് നേർച്ച അനുവദിക്കപ്പെട്ടത് അത് അള്ളാഹുവിന് മാത്രമാണ്. ആ നേർച്ച നേർന്നാൽ അത് പൂർത്തീകരിക്കുകയും വേണം. അപ്പം അങ്ങനെ ഒരാൾ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ആ നോമ്പും നിർബന്ധമായി തീരും. അതുപോലെ തന്നെ നിർബന്ധമായി തീരുന്ന നോമ്പിൽപ്പെട്ടതാണ് കഫാറത്തിൻ്റെ നോമ്പുകൾ. ഉദാഹരണത്തിന്, ഒരാൾ അറിയാതെ മറ്റൊരാളെ കൊന്നുപോയി, ഒരബദ്ധത്തിൽ കൊലപാതകം സംഭവിച്ചു. കഫാറത്തായി നോമ്പ് എടുക്കണം. 2 മാസം തുടർച്ചയായി നോമ്പെടുക്കുക എന്നുള്ളതാണ്. 2 മാസം തുടർച്ചയായി നോമ്പെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദിഹാർ എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ ഭാര്യയോട് പറയുകയാണ്, ഇന്നു മുതൽ എനിക്ക് നീ എൻ്റെ ഉമ്മയെ പോലെയാണ്. അയാൾക്കുമുള്ള കഫാറത്ത് 2 മാസം തുടർച്ചയായി നോമ്പെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരാൾ റമദാനിൻ്റെ പകലിൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് വിചാരിക്കുക. അയാളും തുടർച്ചയായി 2 മാസം കഫാറത്തിൻ്റെ നോമ്പെടുക്കണം. അത് ഓരോ മർത്തബകളുണ്ട്, പദവികളുണ്ട്. ആദ്യം ഇന്നത്, പിന്നെ ഇന്നത്, പിന്നെ ഇന്നത്, ആ രൂപത്തിൽ. അങ്ങനെ ഒരാൾ നോമ്പെടുക്കാനാണ് കഫാറത്തായി തീരുമാനിച്ചത് എങ്കിൽ അത് നിർബന്ധമായി തീരുമെന്ന് ചുരുക്കം. ഇതൊക്കെയാണ് നിർബന്ധമായി തീരുന്ന നോമ്പുകൾ. ഇനി രണ്ടാമത്തേത് മുസ്തഹബായി തീരുന്ന നോമ്പുകളാണ്. അതിൽപ്പെട്ടതാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉള്ള നോമ്പുകൾ. അതുപോലെ തന്നെ അയ്യാമുൽ ബീദിൻ്റെ മാസത്തിൽ 13, 14, 15, അതല്ലെങ്കിൽ മാസത്തിൽ ആദ്യത്തിലോ മധ്യത്തിലോ അവസാനത്തിലോ മാസത്തിൽ ഏതെങ്കിലും ഒരു 3 ദിവസം നോമ്പെടുക്കാം. അതുപോലെ ആഷുറയിൻ്റെ നോമ്പ്, താസുഅയിൻ്റെ നോമ്പ്, അറഫ നോമ്പ്. അതുപോലെ തന്നെ മുഹറം മാസത്തിൽ ഒരാൾക്ക് നോമ്പ് വർദ്ധിപ്പിക്കാം, ധാരാളം നോമ്പെടുക്കാം. ഷഅബാനിൽ, ഇപ്പോൾ നമ്മൾ ഈ നിലകൊള്ളുന്ന ഷഅബാൻ മാസം ധാരാളമായി സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാം. ഇതൊക്കെ സുന്നത്തിൻ്റെ പരിധിയിൽ പെട്ടതാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, ഒന്നല്ലെങ്കിൽ ഫർള് അതല്ലെങ്കിൽ സുന്നത്ത് നോമ്പുകൾ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ ദീനിൽ ഇങ്ങനെയാണ് 2 രൂപത്തിൽ നോമ്പുകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. റമദാനിലെ നോമ്പിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതകൾ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. പരിശുദ്ധ റമദാൻ മാസം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റമദാനിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ധാരാളമുണ്ട്. ഈ റമദാൻ മാസം ദുആഇൻ്റെ മാസമാണ്, മഗ്ഫിറത്തിൻ്റെ മാസമാണ്, സദഖയുടെ ഉദാരതയുടെ മാസമാണ്, അതുപോലെ ദിക്റിൻ്റെ മാസമാണ്, സബറിൻ്റെ മാസമാണ് എന്നെല്ലാം നമുക്ക് കാണാം. നോമ്പിൻ്റെ ശ്രേഷ്ഠതയിൽ പെട്ടതാണ് നമ്മളിപ്പോൾ കേട്ട സൂറത്തുൽ ബഖറയിലെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികൾക്ക്, മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് നിർബന്ധമാക്കിയതുപോലെ തന്നെ ഈ ഉമ്മത്തിനും നിർബന്ധമാക്കിയെന്ന് പറഞ്ഞല്ലോ. എല്ലാ ഉമ്മത്തുകൾക്കും നോമ്പുണ്ടായിരുന്നു എന്നത് നോമ്പിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്.
നമുക്ക് മാത്രമല്ല, നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങൾക്കും ഇതുണ്ടായിരുന്നു. ഏതുപോലെ? നിസ്കാരം പോലെ. നിസ്കാരം നമുക്ക് മാത്രമല്ല, പഴയ കാലത്ത് നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ പറയവേ അല്ലാഹു തആല നിസ്കാരം പരാമർശിച്ചതായി കാണാം. അപ്പം നിസ്കാരം എന്നതുപോലെ നോമ്പ് നമുക്ക് മാത്രമല്ല, മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പം അത് നോമ്പിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. രണ്ടാമതൊരു ശ്രേഷ്ഠത, നോമ്പെന്നത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ്. മൻസാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഈമാനോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചും നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. മൂന്നാമത്തൊരു പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സൗമ. ആദം സന്തതികൾ മനുഷ്യർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അവനുള്ളതാണ്, നോമ്പൊഴികെ. ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. വസിയാമു ജുന്നത്തുൻ. നോമ്പെന്നത് പരിചയാണ്. ഫഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ് ഫഇൻ സാബഹു അഹദുൻ ഔ ഖാതലഹു ഫല്യഖുൽ ഇന്നി സായിമുൻ. നോമ്പ് നോറ്റ നോമ്പിൻ്റെ ദിവസത്തിൽ ഒരാൾ അട്ടഹസിക്കാനോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനോ അതുപോലെയുള്ള തിന്മകളിൽ ഏർപ്പെടാനോ പാടില്ല. ഇനി ആരെങ്കിലും അവനെ ഉപദ്രവിക്കാൻ, ആക്ഷേപിക്കാൻ, ചീത്ത വിളിക്കാൻ വന്നാൽ, തല്ലുകൂടാൻ വന്നാൽ, ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്നവൻ പറഞ്ഞുകൊള്ളട്ടെ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദിഹി. മുഹമ്മദിൻ്റെ ആത്മാവ് ഏതൊരുവൻ്റെ കയ്യിലാണോ ആ അള്ളാഹു സത്യം. ലഖുലൂഫു ഫമിസ് സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. ഒരു നോമ്പുകാരൻ്റെ വായയിൽ നിന്നുണ്ടാകുന്ന ഗന്ധം, മണം എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ മികച്ചതാണ്, ഏറ്റവും വിശിഷ്ടമായതാണ്. ലിസ്സായിമി ഫർഹത്താൻ യഫ്രഹുഹുമ. നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്, അത് മുഖേന അവൻ സന്തോഷിക്കും. ഇദാ അഫ്തറ ഫരിഹ ബിഫിത്രിഹി. നോമ്പ് തുറക്കുമ്പോൾ, അതല്ലെങ്കിൽ പെരുന്നാൾ ആക്കുമ്പോൾ, നോമ്പ് കഴിഞ്ഞ് ഈദുൽ ഫിത്തറിലെത്തുമ്പോൾ ഒരു നോമ്പുകാരന് സന്തോഷമാണ്. വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി. അതേപോലെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ പരലോകത്തും അവന് നോമ്പുകൊണ്ട് സന്തോഷിക്കാം. ഇങ്ങനെ സഹോദരങ്ങളെ, നോമ്പിൻ്റെ ശ്രേഷ്ഠതകൾ ധാരാളം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാം. ഈ കിതാബിൻ്റെ ഒന്നാമത്തെ ഹദീസ് വായിച്ച് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. عن أبي هريرة رضي الله عنه قال. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നും നിവേദനം, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ തഖദ്ദമു റമളാന ബിസൗമി യൗമിൻ വലാ യൗമൈൻ ഇല്ലാ റജുലൻ കാന യസൂമു സൗമൻ ഫൽ യസുംഹു. ലാ തഖദ്ദമു റമളാന. നിങ്ങൾ റമളാനിനെ വരവേൽക്കരുത്. ബിസൗമി യൗമിൻ വലാ യൗമൈൻ. അതിൻ്റെ ഒരു ദിവസം മുന്നെയോ 2 ദിവസം മുന്നെയോ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട്. ഇല്ലാ റജുലൻ, ഒരാൾ ഒഴികെ. കാന യസൂമു സൗമൻ, അയാൾ സ്ഥിരമായി നോമ്പ് അനുഷ്ഠിച്ചു വരുന്ന ഒരാളാണ് എങ്കിൽ ഫൽ യസുംഹു, അയാൾ നോമ്പെടുത്തുകൊള്ളട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കാനിരിക്കുമ്പോൾ ഷഅബാനിൻ്റെ 29-നോ അതല്ലെങ്കിൽ 30 പ്രതീക്ഷിക്കുന്ന സമയത്തോ നോമ്പ് എടുക്കാൻ പാടില്ല. നിരുപാധികം സുന്നത്ത് നോമ്പ് എടുക്കാൻ പാടില്ല എന്നതാണ്. ആരൊഴികെ? സ്ഥിരമായി നോമ്പെടുത്തു വരുന്ന ഒരാളാണ്. വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും, തിങ്കൾ വ്യാഴം എന്നിങ്ങനെ നോമ്പെടുക്കുന്ന ഒരാളാണ്. അയാൾ ഈ വ്യാഴാഴ്ച അതല്ലെങ്കിൽ തിങ്കളാഴ്ച അയാൾക്ക് ഈ ദിവസം യോജിച്ചു വന്നാൽ അയാൾക്ക് എടുക്കാം.
അതല്ലാതെ നിരുപാധികം ഒരാൾക്ക് എടുക്കാൻ പാടില്ല. അതുപോലെ നാളെ ഇനി റമദാൻ ഒന്നായി പോകുമോ എന്ന് കരുതി നോമ്പെടുക്കാൻ പാടില്ല. വ്യക്തമായി ഹിലാല് ദർശിച്ചാൽ മാത്രമേ നോമ്പെടുക്കാൻ പാടുള്ളൂ. പണ്ഡിതന്മാർ അതിന് പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നോമ്പ് കൊണ്ട് റമദാനിനെ വരവേൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? സുന്നത്തും ഫർദും വേർതിരിക്കാൻ വേണ്ടിയാണ്. അഥവാ റമദാനിൽ എത്തിയാൽ മാത്രമേ ഫർദ് നിർബന്ധമാകുന്നുള്ളൂ. അതല്ലാതെ ഒരാൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ നോമ്പെടുത്തുകൊണ്ട് ആ റമദാനിനെ വരവേൽക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഒരു മനുഷ്യന് റമദാനിലെത്തുമ്പോൾ കൂടുതൽ ഉന്മേഷത്തോടെ നല്ല രൂപത്തിൽ പ്രവേശിക്കാൻ അത് കാരണമാകും. റമദാനിന് മുന്നേ ഷാബാനിൻ്റെ അവസാനത്തിൽ അയാളുടെ ആരോഗ്യം ഒക്കെ ഒന്ന് പുഷ്ടിപ്പിക്കാൻ അതിന് കാരണമാകും. എന്നിട്ട് റമദാനിലേക്ക് എത്തുമ്പോൾ നല്ല ഉന്മേഷത്തോടു കൂടി റമദാൻ നോമ്പ് എടുക്കാൻ സാധിക്കും എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നിരുപാധികം നോമ്പെടുക്കരുത്. ഷാബാനിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ ഒരാൾ നോമ്പെടുത്തു വരുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് നോമ്പെടുക്കാം. നോമ്പ് സ്ഥിരമായി എടുക്കുന്ന ഒരാളാണ്, തിങ്കളാഴ്ച വ്യാഴാഴ്ച യോജിച്ചു വന്നു. അതല്ലെങ്കിൽ റമദാനിലെ ഖളാവ് കൂട്ടുകയാണ് ഒരാൾ, അപ്പോൾ ഷാബാൻ 29 ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണ് അയാൾ കണക്കൂട്ടിയത് എങ്കിൽ അയാൾക്കും ആ ദിവസം എടുക്കാം. കാരണം എന്താ, പിന്നെ റമദാൻ ആയിക്കഴിഞ്ഞാൽ അയാൾ ഖളാവ് കൂട്ടാൻ പറ്റില്ല. അങ്ങനെ ഒരാൾക്ക് നിർബന്ധിതാവസ്ഥ വന്നാൽ എടുത്തു വരുന്ന ഒരാൾക്ക് നോമ്പെടുക്കാം എന്നതാണ് ആ മസ്അല. ഇൻഷാ അല്ലാഹ് അവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ള ഹദീസുകൾ അടുത്ത ദർസിൽ നമുക്ക് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ മുതലെടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത് പഠിച്ച് പൂർത്തീകരിക്കാനും ജീവിതത്തിൽ പകർത്താനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.